Validity. The term validity refers to whether or not a test measures what it intends to measure. ഒരു ടെസ്റ്റ് എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണോ മെഷർ ചെയ്യുന്നത്, അതിനാണ് ആ ഒരു ടേമിനാണ് വാലിഡിറ്റി എന്ന് പറയാം. An index of validity shows the degree to which a test measures what it purports to measure when compared with accepted criteria. ഒരു ടെസ്റ്റിൽ എന്താണോ അത് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ആക്സെപ്റ്റഡ് ക്രൈറ്റീരിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് എത്ര ഡിഗ്രി വരെ ആ ടെസ്റ്റ് അത് മെഷർ ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എത്ര ഡിഗ്രി വരെ ആ ടെസ്റ്റ് മെഷർ ചെയ്യുന്നുണ്ട്, അതാണ് ഇൻഡെക്സ് ഓഫ് വാലിഡിറ്റി കാണിക്കുന്നത്. ഇപ്പം ഒരു ടെസ്റ്റ് ഇൻ എ ടെസ്റ്റ് വിത്ത് ഹൈ വാലിഡിറ്റി ദ ഐറ്റംസ് വിൽ ബി ക്ലോസ്ലി ലിങ്ക്ഡ് ടു ദ ടെസ്റ്റ് ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ഫോക്കസ്. ഇപ്പം ഒരു ടെസ്റ്റ് നടത്തുകയാണ്, ആ ടെസ്റ്റിലെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും ഈ ടെസ്റ്റുമായിട്ട് ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്, ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അത് ആ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി വാലിഡ് ആണ്. ഇഫ് എ ടെസ്റ്റ് ഹാസ് പുവർ വാലിഡിറ്റി ദെൻ ഇറ്റ് ഡസ് നോട്ട് മെഷർ ദ ജോബ് റിലേറ്റഡ് കണ്ടൻറ് ആൻഡ് കോമ്പീറ്റൻസീസ് ഇറ്റ് ഔട്ട് ടു. ഇപ്പോൾ ഒരു ടെസ്റ്റിൻ്റെ ഐറ്റംസ് അതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഐറ്റംസാണ്, ടെസ്റ്റ് ആയിട്ടൊരു ബന്ധമില്ലെങ്കിൽ അത് പുവർ വാലിഡിറ്റി ആണ്, ആ ഒരു ടെസ്റ്റിന് പുവർ വാലിഡിറ്റി എന്ന് പറയാം. പുവർലി വാലിഡ് ആണ് ആ ടെസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ a survey designed to explore depression but which actually measures anxiety would not be considered valid. ഇപ്പോൾ ഒരു സർവേ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡിപ്രഷന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ അവിടെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻസൈറ്റിയാണ്, അപ്പോൾ ആ ഒരു ടെസ്റ്റ് വാലിഡ് അല്ല. ഇനിയിപ്പോൾ സർവേയിൽ ഡിപ്രഷൻ തന്നെയാണ് അവിടെ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്റ് വാലിഡാണ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് ഷുഡ് ആസസ് ഇൻ്റലിജൻസ് ഓഫ് ദ സബ്ജക്റ്റ് നോട്ട് ഇസ് മെമ്മറി, ജനറൽ നോളേജ്, നോട്ട് അച്ചീവ്മെൻറ്റ്. ഇപ്പോൾ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അത് ഇൻ്റലിജൻസ് തന്നെയാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ വാലിഡാണ്. ഇൻ്റലിജൻസിന് പകരം ജനറൽ നോളേജോ മെമ്മറിയോ അച്ചീവ്മെൻറ്റോ എന്തെങ്കിലും ആണ് ആ ഇൻ്റലിജൻസ് ടെസ്റ്റ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വാലിഡിറ്റി ഇല്ല. The first essential quality of a valid test is that it is highly reliable. അപ്പോൾ ഒരു വാലിഡ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് എസെൻഷ്യൽ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അത് ഹൈലി റിലയബിൾ ആയിരിക്കും. എ ടെസ്റ്റ് ദാറ്റ് yields inconsistent results cannot correlate well with a measure of another variable. ഇപ്പോൾ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻറ്റ് റിസൾട്ടാണ് തരുന്നത് എന്നെങ്കിൽ ആ ഒരു ടെസ്റ്റിന് വേറെ ഒരു വേരിയബിളിൻ്റെ മെഷർമെൻറ്റുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി വാലിഡിറ്റിൻ്റെ ടൈപ്സ്. വാലിഡിറ്റിക്ക് എന്ന് പറഞ്ഞാൽ 5 ടൈപ്സാണ് ഉള്ളത്. ഒന്ന് കോണ്ടൻറ്റ് വാലിഡിറ്റി, 2 ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി, പിന്നെ 3 കോൺകറൻറ്റ് വാലിഡിറ്റി, പ്രെഡിക്റ്റീവ് വാലിഡിറ്റി, പിന്നെ ഫേസ് വാലിഡിറ്റി. ഇതിൽ കോണ്ടൻറ്റ് വാലിഡിറ്റി assesses whether a test is representative of all aspects of the construct. ഇവിടെ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ വാരിയബിൾ, അപ്പോൾ ഒരു വാരിയബിളിൻ്റെ എല്ലാ ആസ്പെക്റ്റിനെയും ആ ടെസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ അതിനാണ് അത് നോക്കുന്നതിനാണ് കണ്ടൻറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ടെസ്റ്റ് എടുക്കുമ്പോൾ അതിലെല്ലാ ഐറ്റംസും ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണോ അങ്ങനത്തെ ഉള്ളതാണോ അല്ലേ, അതാണ് കണ്ടൻറ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ. To produce valid results, the content of a test, survey or measurement method must cover all relevant parts of the subject it aims to measure. ഇനി ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എന്തൊക്കെ നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ആ ടെസ്റ്റിൻ്റെ കണ്ടൻറ്റ് ആ ടെസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോൾ മെഷർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു ടെസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം, എന്നാലാണ് ഒരു വാലിഡ് റിസൾട്ട് കിട്ടുള്ളൂ. If some aspects are missing from the measurement or if irrelevant aspects are included, the validity is threatened. ഇനിയിപ്പോൾ ആ ഒരു ടെസ്റ്റിന് മെഷർ ചെയ്യാൻ വേണ്ടാത്ത കാര്യങ്ങൾ ഐറ്റംസ് അതിൽ ഇൻക്ലൂഡഡ് ആണോ, അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വാലിഡിറ്റി ത്രെട്ടൻഡ് ആകും. അപ്പോൾ കണ്ടൻറ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും അതിൽ ഇൻക്ലൂഡഡ് ആണോ, അത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ ഒരു ടെസ്റ്റ്
വാലിഡ് റിസൾട്ട് തരും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റംസ് ആ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഐറ്റം മിസ്സിങ്ങോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഐറ്റം ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ ഒരു വാലിഡിറ്റി ത്രെട്ടൻഡ് ആവും, കറക്റ്റ് വാലിഡ് റിസൾട്ട് നമുക്ക് കിട്ടൂല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ മാത്തമാറ്റിക്സ് ടീച്ചർ ഡെവലപ്സ് ആൻ എൻഡ് ഓഫ് സെമസ്റ്റർ അൽജിബ്ര ടെസ്റ്റ് ഫോർ ഹർ ക്ലാസ്. ദ ടെസ്റ്റ് ഷുഡ് കവർ എവറി ഫോം ഓഫ് അൽജിബ്ര ദാറ്റ് വാസ് taught in the class. If some types of algebra left out, then the results may not be an accurate indication of students' understanding of the subject. Similarly, if she includes questions that are not related to algebra, the results are no longer a valid measure of algebra knowledge. ഇപ്പോൾ ഒരു ടീച്ചർക്ക് അൽജിബ്ര പഠിപ്പിച്ചൊരു ടീച്ചർക്ക് ആ ഒരു എൻഡ് ഓഫ് സെമിസ്റ്റർ അൽജിബ്ര ടെസ്റ്റ് നടത്തണം, കുട്ടികൾ എത്രത്തോളം പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ആ ടെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അൽജിബ്രനെ കുറിച്ച് പഠിപ്പിച്ചോ അത് മൊത്തം ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇനി ചില ഭാഗം ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അൽജിബ്രൻ്റെ ചില ഭാഗം അതിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു ടെസ്റ്റ് വാലിഡ് ആവണമെന്നില്ല. അതേപോലെ ഇപ്പം ആ അൽജിബ്രയിൽ പഠിപ്പിക്കാത്ത എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിലും അതും അപ്പോൾ ആ ഒരു അൽജിബ്രൻ്റെ ടെസ്റ്റ് വാലിഡ് ആവില്ല. ഇതാണ് ഒരു എക്സാമ്പിൾ. ഇനി വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ I want to design a test to measure my students' ability in statistics. സ്റ്റാറ്റിസ്റ്റിക്സിൽ എബിലിറ്റി നോക്കാൻ വേണ്ടി കണ്ടിട്ട് ഒരു പ്രൊഫസർ ഒരു ടെസ്റ്റ് ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ മെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, ടി ടെസ്റ്റ്, അനോവ, റിഗ്രഷൻ. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ആ പ്രൊഫസർ പഠിപ്പിച്ച ഒരുവിധ എല്ലാ ഐറ്റംസും ഈ ഒരു ടെസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇൻക്ലൂഡ് ആകുമ്പോൾ മാത്രമേ പ്രൊഫസറിൻ്റെ സ്റ്റുഡൻസ് എത്രമാത്രം ആ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചോ ഇല്ലെന്ന് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ പ്രൊഫസർ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇടണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ മീൻ ഓഫ് ദിസ് സാമ്പിൾ അതർ സാമ്പിൾ എന്ന് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മീൻ പറഞ്ഞൊരു ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു കറക്റ്റ് വാലിഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടില്ല, കാരണം ഒരു ഐറ്റം മാത്രം അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിപ്പിച്ച് വേറെ ഐറ്റംസൊക്കെ എക്സ്ക്ലൂഡ് ചെയ്ത് കണ്ട് ഒരു ഐറ്റം മാത്രം ഇൻക്ലൂഡ് ചെയ്ത് കണ്ട് ആ ഒരു ടെസ്റ്റ് ഡിസൈൻ ചെയ്താൽ ഒരു വാലിഡ് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇതാണ് വേറെ കോണ്ടൻറ്റ് വാലിഡിറ്റിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ അടുത്തത് വാലിഡിറ്റിയിലെ നെക്സ്റ്റ് ടൈപ്പാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയാണ് എടുക്കുന്നത്. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൈക്കോമെട്രിക് ലെക്സിക്കലിലാണ്, 1954. എന്തിനാ വെച്ചാൽ ടെക്നിക്കൽ റെക്കമെൻഡേഷൻസ് ഫോർ സൈക്കോളജിക്കൽ ടെസ്റ്റിനും ഡയഗ്നോസ്റ്റിക് ടെക്നിക്സിനും ടെക്നിക്കൽ റെക്കമെൻഡേഷനും വേണ്ടിയിട്ടാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് സൈക്കോളജിയിൽ. പിന്നെ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഓഫ് റിസർച്ച് കൺസേൺസ് ദ ക്വസ്റ്റ്യൻ ഓഫ് വെദർ ദ റിസൾട്ട് സപ്പോർട്ട് ദ തിയറി ബിഹൈൻഡ് ദ റിസർച്ച്. അതായത് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഓഫ് വെദർ ദ റിസൾട്ട്, ആ റിസൾട്ട് തിയറിൻ്റെ റിസർച്ചിൻ്റെ ബിഹൈൻഡിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താ വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഗ്രി to which the test items individually and collectively sample the range or class of activities. ഇത് ടെസ്റ്റ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഇൻഡിവിജ്വലിയോ പിന്നെ കളക്റ്റീവ്ലി സാമ്പിൾ ദ റേഞ്ച് ഓർ റേഞ്ച് അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ആക്ടിവിറ്റീസ്. ഒന്നിലെ ക്ലാസ് ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രേറ്റ്സ് ആയിരിക്കും. ട്രേറ്റ്സ് ആണ് പേഴ്സണാലിറ്റി. അപ്പോൾ പേഴ്സണാലിറ്റീനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? മെൻ്റൽ പ്രോസസ്സ് or personality trait being tested, മെൻ്റൽ പ്രോസസ്സോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രേറ്റ് ബി ടെസ്റ്റഡ് ആയിരിക്കും. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ടെസ്റ്റ് മേ ബി സെഡ് ടു മെഷർ ദ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്. ഇത് എങ്ങനെയായിരിക്കും? കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത് തിയറിക്കൽ കൺസ്ട്രക്റ്റിനോ അല്ലെങ്കിൽ ട്രേറ്റിനോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സാമ്പിളാണ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡിന്, പിന്നെ മെക്കാനിക്കൽ കോംപ്രഹെൻഷന്, ഹെർബൽ ഫ്ലുവൻസിനൊക്കെ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈച്ച് കൺസ്ട്രക്റ്റ് ഈസ് ഡെവലപ്ഡ് ടു എക്സ്പ്ലെയിൻ ആൻഡ് ഓർഗനൈസ് ഒബ്സർവ്ഡ് റെസ്പോൺസ് കോൺസ്റ്റൻസീസ്. ഓരോ കൺസ്ട്രക്റ്റും ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും.
ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. ഒബ്സർവ്ഡ് നമ്മൾ റെസ്പോൺസ് ഒബ്സർവ് ചെയ്തതിനെ ഓർഗനൈസും ചെയ്യുക, എക്സ്പ്ലെയിനും ചെയ്യുക. പിന്നെ ദിസ് റിക്വയർസ് ദ ഗ്രാജുവൽ അക്യുമുലേഷൻ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം എ വെറൈറ്റി ഓഫ് സോഴ്സസ് ആൻഡ് എനി ഡാറ്റ ത്രോയിങ് ലൈറ്റ് ഓൺ ദ നേച്ചർ ഓഫ് എ ട്രേറ്റ് അണ്ടർ സർക്കംസ്റ്റാൻസസ് ആൻഡ് കണ്ടീഷൻസ് എഫക്റ്റിംഗ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനിഫെസ്റ്റേഷൻ ആർ പെർട്ടിനൻറ്റ്. അതായത് റിക്വയർ ഗ്രാജുവൽ അക്യുമുലേഷൻ ഓഫ് ഇൻഫോർമേഷൻ, ഒരു കൂട്ടം ഇൻഫോർമേഷൻ പല പല സോഴ്സ്, വെറൈറ്റി ഓഫ് സോഴ്സ്, പല സോഴ്സിൽ നിന്ന് ഒരു കൂട്ടം ഇൻഫോർമേഷൻ എനി ഡാറ്റ ത്രോയിങ് ലൈറ്റ് ഓൺ ദ നേച്ചർ ഓഫ് ദ ട്രേഡ് അണ്ടർ സർക്കംസ്റ്റൻസ്. ഓരോ ഡാറ്റ ലൈറ്റ് ഓൺ ദ നേച്ചർ ഓഫ് ദി ട്രേറ്റ് അണ്ടർ സർക്കംസ്റ്റാൻസസ് ആൻഡ് കണ്ടീഷൻ. പല സർക്കംസ്റ്റാൻസസും കണ്ടീഷൻസും ഒക്കെ എഫക്റ്റ് ചെയ്യും അതിൻ്റെ ഡെവലപ്മെൻറ്റ് ആൻഡ് മാനിഫെസ്റ്റേഷൻസ്. അതായത് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എന്തായിരിക്കും, യോജ്യമായതായിരിക്കും. പിന്നെ ഇറ്റ്സ് ഇംപ്ലൈസ് യൂസിങ് ദ കൺസ്ട്രക്ട് കറക്റ്റ്ലി, അതായത് കൺസെപ്റ്റ്സ്, ഐഡിയാസ്, നോഷൻസ്. ഇറ്റ് സീക്സ് അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആൻഡ് എ സ്പെസിഫിക് മെഷറിംഗ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് തിയറിറ്റിക്കൽ കൺസെപ്റ്റും സ്പെസിഫിക് മെഷറിംഗ് ഡിവൈസിന് അഗ്രിമെൻറ്റും പ്രൊസീജിയേഴ്സും. പിന്നെ ഇതിൻ്റെ എക്സാമ്പിളാണ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഒരു എക്സാമ്പിൾ. ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് നൗ ഡേയ്സ് മസ്റ്റ് ഇൻക്ലൂഡ് മെഷേഴ്സ് ഓഫ് ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ആണ്. ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ എന്തൊക്കെ യൂസ് ചെയ്യും, ലോജിക്കൽ ഉണ്ടാവും, മാത്തമാറ്റിക്കൽ ഉണ്ടാവും, ലിംഗ്വിസ്റ്റിക് എബിലിറ്റിക് മെഷേഴ്സ്. അപ്പം ഇതൊക്കെ പാടെ കൂടിയിട്ടാണ് ഒരു ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ലോജിക്കൽ ഉണ്ടാവും, മാത്തമാറ്റിക്കൽ ഉണ്ടാവും, ലിംഗ്വിസ്റ്റിക് ഉണ്ടാവും. അപ്പോൾ എല്ലാ ഇത് കൂടിയിട്ടുള്ളതാണ് ഒരു ഇൻ്റലിജൻസ് എന്ന്. അപ്പം ഇത് പല ഇതിൽ നിന്നും ഒരു കൂട്ടം സോഴ്സസ് നിന്ന് എടുക്കുന്നതായിരിക്കും കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വാലിഡിറ്റിൻ്റെ 2 ടൈപ്സ് ആണ്. ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റിയും കൺകറൻറ്റ് വാലിഡിറ്റിയും. അപ്പോൾ വാലിഡിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റിൻ്റെ ട്രൂത്ത്ഫുൾനെസ് നോക്കുന്നതാണ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ട് ഇവിടെ എൻ്റെ ടോപ്പിക്കിലുള്ളത് ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റിയാണ്. Criterion related validation procedures indicate the effectiveness of a test in predicting an individual's performance in specified activities. ഇതെന്താ പറഞ്ഞു വെച്ചാൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റിൻ്റെ എഫക്റ്റീവ്നെസ് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസിൻ്റെ പെർഫോമൻസ്, ഒരു സ്പെസിഫൈഡ് ആക്ടിവിറ്റീസിൽ ഉള്ള ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കും ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി. ഇത് ക്രൈറ്റീരിയൻ ബേസ്ഡ് ആണ്. അപ്പോൾ it is also referred as instrumental validity. ഇതിലെന്താ, ബിഫോർ പബ്ലിഷിംഗ് ദ ടെസ്റ്റ് ദ കൺസ്ട്രക്ടർ ഡിഫൈൻഡ് ദ ക്രൈറ്റീരിയ. ഒരു ടെസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ കൺസ്ട്രക്ടർ ക്രൈറ്റീരിയ അവിടെ ഡിഫൈൻ ചെയ്തിരിക്കണം. അതിൽ എക്സാമ്പിൾ പറയണമെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി എപ്പോഴും എന്താണ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളത് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ആ ആൾ ആസ് എ മെക്കാനിക് എത്രത്തോളം അയാൾ പെർഫോമൻസ് ചെയ്യും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ക്രൈറ്റീരിയ. ഇനി ഇവിടെ ക്രൈറ്റീരിയ റിലേറ്റഡ് വാലിഡിറ്റി 2 ടൈപ്സ് ആണ്. ഒന്ന് പ്രിഡിക്റ്റീവ് വാലിഡിറ്റിയും 2 കൺകറൻറ്റ് വാലിഡിറ്റിയും. നമ്മുടെ പ്രിഡിക്റ്റീവ് വാലിഡിറ്റി പ്രസൻറ്റ് ടൈമിലും ഫ്യൂച്ചർ ടൈമിലും നമ്മൾ ടെസ്റ്റ് വാലിഡേറ്റ് നടത്തുന്നതിനാണ് പ്രിഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോവിഡ് കാലത്ത് ഒരു ടെസ്റ്റ് നടത്തുക, അതുപോലെ തന്നെ കോവിഡിന് ശേഷം ഒരു ടെസ്റ്റ് നടത്തുക, എന്നിട്ട് അതിനെ വാലിഡേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രിഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയുക. അപ്പം കോവിഡിന്റെ സമയത്ത് നമ്മൾ നടത്തുന്നതാണ് പ്രസന്റ് സമയത്ത് നമ്മൾ നടത്തുന്നത്. കോവിഡിന് ശേഷം നമ്മൾ നടത്തുന്നതാണ് ഫ്യൂച്ചർ. അപ്പോൾ ഈ 2 ടെസ്റ്റും വാലിഡേറ്റ് ചെയ്യുന്നതാണ് പ്രിഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയുന്നത്. കൺകറന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും എന്താണ് കറന്റ് വാലിഡിറ്റിനെയും കറന്റ് ക്രൈറ്റീരിയനെയും ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പം ഇതിന്റെ ഡെഫിനേഷൻ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ എവിഡൻസ് ഫോർ ക്രൈറ്റീരിയൻ വാലിഡിറ്റി ഇൻ വിച്ച് ദ ടെസ്റ്റ് ആൻഡ് ക്രൈറ്റീരിയൻ ആർ അഡ്മിനിസ്റ്റർഡ് അറ്റ് ദ സെയിം പോയിന്റ് ഇൻ സെയിം ടൈം. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിൽ ഓൺ ദി സ്പോട്ടിൽ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് അയാളെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് ആ എക്സാമിനർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഓൺ ദി സ്പോട്ടിൽ നമുക്ക് ക്ലിയർ ആവുന്ന ഇങ്ങനത്തെ എക്സാംസ്, ഇന്റർവ്യൂസ്, ഇതിനൊക്കെയാണ് നമ്മൾ കൺകറന്റ് വാലിഡിറ്റി എന്ന് പറയുക. എന്ന് വെച്ചാൽ കറന്റ് വാലിഡിറ്റി ആൻഡ് കറന്റ് ക്രൈറ്റീരിയ. ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്. ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാലിഡിറ്റി ആണ്.
ടൈപ്സ് ഓഫ് വാലിഡിറ്റിയിൽ 4 വാലിഡിറ്റീസ് പറഞ്ഞു. ഇനി 5ാമത്തെ വാലിഡിറ്റിയാണ് പറയാൻ പോണത്. 5ാമത്തെ വാലിഡിറ്റി പ്രെഡിക്റ്റീവ് വാലിഡിറ്റിയാണ്. Predictive validity refers to the prediction from the test to any criterion, situation, or in the more limited sense of prediction over a time interval. നമ്മളൊരു ടെസ്റ്റ് നടത്തി ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയൻ സിറ്റുവേഷനിലേക്ക് പ്രഡിക്ഷൻ നടത്തുകയോ അല്ലെങ്കിൽ ഒരു ടൈം ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും എന്നൊക്കെ നമ്മൾ സെൻസ് വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ടെസ്റ്റിൻ്റെ പ്രെഡിക്റ്റീവ് കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം റെലവൻ്റ് ആണെന്നോ ആപ്ലിക്കബിൾ ആണെന്നോ എന്നൊക്കെ നോക്കുന്നതാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. The information provided by predictive validation is most relevant to the tests used in selection and classification of personnel. Predictive validity എന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് പേഴ്സൺസിനെ ക്ലാസിഫൈ ചെയ്യാനും സെലക്ട് ചെയ്യാനും നല്ല റെലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു ടെസ്റ്റിൻ്റെ സ്കോറിന് ഫ്യൂച്ചർ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുണ്ടെങ്കിൽ ആ ടെസ്റ്റിന് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. For examples, hearing job applicants or selecting students for admission to college, etc. represent instances requiring a knowledge of predictive validity of test. കോളേജിലെ അഡ്മിഷന് വേണ്ടി കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് ആളുകളെ സെലക്ട് ചെയ്യുമ്പോഴോ ഓരോ നോളജ് വെച്ചിട്ടാണ് നമ്മൾ ആ ജോലിയിൽ ഓരോ എത്രത്തോളം ക്വാളിഫൈഡ് ആണ് എന്ന് നമ്മൾ നോക്കുക. അതായത് നമ്മുടെ അടുത്ത് പോലെ നോളജാണുള്ളത്, അത് വെച്ചിട്ട് നമ്മൾ പോലെ ഫ്യൂച്ചർ പെർഫോമൻസിനെ പ്രെഡിക്റ്റ് ചെയ്യാണ്. This is another statistical approach to validity that estimates its relationship of the test scores to an examinee's future performance as a master or non-master. For this type of validity, the correlation that is computed is based on the test result and examinee's later performance. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മാസ്റ്ററോ അല്ലെങ്കിൽ നോൺ മാസ്റ്ററോ ആരെങ്കിലും എക്സാമിനേഴ്സിൻ്റെ ഫ്യൂച്ചർ പെർഫോമൻസിനെ ഓലെ ടെസ്റ്റിൽ കിട്ടിയ സ്കോറിൻ്റെ റിലേഷൻഷിപ്പിൽ കണ്ടെത്തുക, പ്രെഡിക്റ്റ് ചെയ്യുക. ഇത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചാണ്. ടൈപ്പ് ഓഫ് വാലിഡിറ്റിക്ക് കോറിലേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് ടെസ്റ്റ് റിസൾട്ടിൻ്റെയും എക്സാമിനീസിൻ്റെ ലേറ്റർ പെർഫോമൻസിനെയും ബേസ് ചെയ്തിട്ടാണ്. കൂടി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു പേഴ്സൻ്റെ ഫ്യൂച്ചർ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കണമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നടത്തിയൊരു സ്റ്റഡിൻ്റെ റിസൾട്ട് ഫ്യൂച്ചറിലേക്ക് അപ്ലിക്കബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന വാലിഡിറ്റിയാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫേസ് വാലിഡിറ്റി എന്താണെന്ന്. അപ്പം വാലിഡിറ്റി എന്താണെന്നും അതിൽ കുറേ പറഞ്ഞു. ലാസ്റ്റത്തതാണ് ഫേസ് വാലിഡിറ്റി. ഫേസ് വാലിഡിറ്റി എന്ന് പറയുമ്പം ഫേസ് വാലിഡിറ്റി കൺസിഡേഴ്സ് ഹൗ സ്യൂറ്റബിൾ ദ കണ്ടൻറ്റ് ഓഫ് എ ടെസ്റ്റ് സീം ടു ബി ഓൺ ദ സർഫസ് ആൻഡ് ഇറ്റ്സ് സിമിലർ ടു കണ്ടൻറ്റ് വാലിഡിറ്റി ബട്ട് ഫേസ് വാലിഡിറ്റി ഈസ് എ മോർ ഇൻഫോർമൽ ആൻഡ് സബ്ജക്റ്റീവ് അസസ്മെൻറ്റ്. അതായത് ഫേസ് വാലിഡിറ്റി എന്ന് പറയുമ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആ ടെസ്റ്റ് ഗുഡാണോ ബാഡാണോ പറയാൻ സാധിക്കുകയാണെങ്കിൽ അതിനാണ് ഫേസ് വാലിഡിറ്റി എന്ന് പറയുക. അതായത് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഒരു ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ആ ടെസ്റ്റ് നമുക്ക് കണ്ടിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് അത് ഗുഡാണോ ബാഡാണോ പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ടെസ്റ്റ് വാലിഡ് ആണോ അല്ലേ എന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഫേസ് വാലിഡിറ്റി എന്ന് പറയുക. സോ കൂടുതൽ എക്സ്പേർട്സിൻ്റെയോ അതല്ലെങ്കിൽ റിസർച്ചേഴ്സിൻ്റെയോ ഒരു സഹായവും കൂടാതെ നമ്മുടെ ഒപ്പീനിയൻ, വേറൊരാളുടെ ഒപ്പീനിയൻ ഇല്ലാതെ നമുക്ക് തന്നെ നോക്കിയിട്ട് ആ ടെസ്റ്റ് വാലിഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫേസ് വാലിഡിറ്റി എന്ന് പറയാറ്. സോ ഇറ്റ്സ് സിമിലർ ടു കണ്ടൻറ്റ് വാലിഡിറ്റി ബട്ട് ഫേസ് വാലിഡിറ്റി ഇസ് മോർ ഇൻഫോർമൽ ആൻഡ് സബ്ജക്റ്റീവ് അസസ്മെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ അത് എന്താണ് ഒരു കണ്ടൻറ്റ് വാലിഡിറ്റി ആയിട്ട് വളരെയധികം സിമിലർ ആയിട്ടുള്ളതാണ്. മാത്രമല്ല ഫേസ് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ അവിടെ റിസർച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ
എക്സ്പേർട്സിൻ്റെ ഹെൽപ്പൊന്നും ഇല്ലാതെ നമ്മൾ നോക്കിയിട്ട് തന്നെ പറയാൻ കഴിയുന്നതാണെന്ന് പറഞ്ഞല്ലോ. സോ ഇറ്റ്സ് മോർ ഇൻഫോർമൽ ആൻഡ് സബ്ജക്റ്റീവ് അസസ്മെൻറ്റും കൂടിയാണ്. സോ ആസ് ഫേസ് വാലിഡിറ്റി ഈസ് എ സബ്ജക്റ്റീവ് മെഷർ ഇറ്റ്സ് ഓഫൺ കൺസിഡേഴ്സ് ദ വീക്കസ്റ്റ് ഫോം ഓഫ് വാലിഡിറ്റി. നമ്മൾ പറഞ്ഞു ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റീവ് അസസ്മെൻ്റ് ആണ്, സബ്ജക്റ്റീവ് മെഷർമെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു വീക്കസ്റ്റ് ഫോം ഓഫ് വാലിഡിറ്റിയും കൂടിയാണ് ഈ ഫേസ് വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ ഹൗവർ ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്പിംഗ് എ മെത്തേഡ്. ഫോർ ഇൻസ്റ്റൻസ് യു മൈ ലുക്ക് അറ്റ് ദ മെഷർ ഓഫ് മാത്തബിലിറ്റി. സോ ഇത് നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് റിസർച്ച് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യലി ഫസ്റ്റ്ലി ആണ് നമുക്ക് എന്ത് ചെയ്യാം ഫേസ് വാലിഡിറ്റീൻ്റെ മെത്തേഡ് യൂസ്ഫുൾ ആവും. സോ ഇപ്പം വൈൽ വി ലുക്കിംഗ് ദ മെഷർ ഓഫ് മാത്തബിലിറ്റി വി റീഡ് ത്രൂ ദ ക്വസ്റ്റ്യൻ ആൻഡ് ഡിസൈഡ് ദാറ്റ് യെസ് ഇറ്റ് സീംസ് ലൈക്ക് ദിസ് ഈസ് എ ഗുഡ് മെഷർ ഓഫ് മാത്തബിലിറ്റി. ഇത് നമ്മളൊരു മാത്തബിലിറ്റി കൺസിഡർ ചെയ്യണം, അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ റീഡ് ചെയ്യാണ് ആൻഡ് വി ഡിസൈഡിങ് ദാറ്റ് യെസ് ഇറ്റ്സ് വാലിഡ് എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് measure of mathability. So it's a phase validity. So instead anyone who look over the test including examinees may develop an informal option as to whether or not the test is measuring what is suggested to measure. സോ ഈ പറഞ്ഞ പോലെ തന്നെ ആരായാലും നമ്മൾ ആ ടെസ്റ്റിലേക്ക് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഴ്സ് ആയാലും ആര് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇൻഫോർമൽ ഓപ്ഷനാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ഫേസ് വാലിഡിറ്റി പറഞ്ഞാൽ ഫോർമൽ അല്ല, അതെന്ന് പറഞ്ഞാൽ ഇൻഫോർമലാണ്, നമ്മൾ സബ്ജക്റ്റീവ് അസസ്മെൻ്റ് ആണെന്ന്. സോ ദ ടെസ്റ്റ് മെഷറിങ് വാട്ട് സജസ്റ്റഡ് ടു മെഷർ. സോ ഫേസ് വാലിഡിറ്റി അലോൺ ഈസ് ഇൻസഫിഷ്യൻറ്റ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദാറ്റ് ദ ടെസ്റ്റ് ഈസ് മെഷറിങ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. സോ ഫേസ് വാലിഡിറ്റി അലോൺ ഈസ് ഇൻസഫിഷ്യൻറ്റ്, അത് ഒറ്റയ്ക്ക് ഇൻസഫിഷ്യൻ്റ് ആണ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ ടെസ്റ്റ് measuring what it claimed to measure. ഇനി അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ when tests originally designed for children were extended for adults use they met with resistance and criticism because of their lack of face validity. For if test content appears irrelevant, inappropriate, silly or childish, result will be poor cooperation regardless of the actual validity of the test. അതായത് ഇപ്പോൾ നമ്മളെ ഒരു ടെസ്റ്റ് ഡിസൈൻ ചെയ്യാണ് ഫോർ ചിൽഡ്രൻസ്, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരു ചിൽഡ്രൻസിന് വേണ്ടി ഒരു ടെസ്റ്റ് ഡിസൈൻ ചെയ്യാണ് ഫോർ ചിൽഡ്രൻസ്, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരു ചിൽഡ്രൻസിന് വേണ്ടി നമ്മൾ ഒരു ടെസ്റ്റ് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഇറ്റ് വർ എക്സ്റ്റെൻഡഡ് ഫോർ അഡൾട്ട്സ്. സോ അത് അഡൾട്ട്സിനായി പോയി. സോ യൂസ് ദ മെറ്റ്, സോ അവരാണ് ആ ടെസ്റ്റ് ചിൽഡ്രൻസിന് വേണ്ടി ഡിസൈൻ ചെയ്ത ടെസ്റ്റ് അഡൾട്ട്സ് അറ്റൻഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. സോ ദ മെറ്റ് ഓഫ് ലോട്ട് ഓഫ് ക്രിറ്റിസിസം ആൻഡ് ലാക്ക് ഓഫ് ഫേസ് വാലിഡിറ്റി ആണ് അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. സോ ആ ടെസ്റ്റ് എന്തായി, ഇൻഅപ്രോപ്രിയേറ്റ് ആയി, ഇറലവൻ്റ് ആയി, സില്ലി ഒരു ചൈൽഡിഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആയല്ലോ. കാരണം അത് അഡൾട്ട്സിനാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് വാലിഡ് അല്ല, ഒരു ബാഡാണ്. കാരണം അഡൾട്ട്സിൻ്റെ ഒരു റേഞ്ചിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. സോ ഇറ്റ്സ് റിസൾട്ട് വിൽ ബി പുവർ കോപ്പറേഷൻ റിഗാർഡ്ലെസ് ഓഫ് actual validity of the test. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. സോ ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പീപ്പിൾ മൈറ്റ് ഹാവ് നെഗറ്റീവ് റിയാക്ഷൻ ടു ആൻ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ദാറ്റ് ഡിഡ് നോട്ട് അപ്പിയർ ടു ദം ടു ബി മെഷറിങ് ദെയർ ഇൻ്റലിജൻസ്. അപ്പോൾ ആളുകൾക്കൊക്കെ അവരുടെ എന്താ പറയുക ബ്രെയിൻ ഡെവലപ്മെൻറ്റൊക്കെ ഇൻ്റലിജൻറ്റ് ടെസ്റ്റുമായി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനോട് നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും ആളുകൾക്ക് ഉണ്ടാവില്ലേ. സോ ഗുഡ് മാത്രമല്ല ബാഡ് റെസ്പോൺസും ആളുകൾക്ക് ഇൻ്റലിജൻറ്റ് ടെസ്റ്റൊക്കെ നടത്തുകയാണെങ്കിൽ ഉണ്ടാവും. സോ ഇറ്റ്സ് എ വാലിഡിറ്റി ചെക്കിങ്. സോ ഇനി വേറൊരു എക്സാമ്പിളാണ് യു ക്രിയേറ്റിംഗ് എ സർവേ ടു മെഷർ ദ റെഗുലാരിറ്റി ഓഫ് പീപ്പിൾസ് ഡയറ്ററി ഹാബിറ്റ്സ്. യു റിവ്യൂ ദ സർവേ ഐറ്റംസ് വിച്ച് ആസ്ക് ക്വസ്റ്റ്യൻ അബൌട്ട് എവറി മീൽ ഓഫ് ദ ഡേ ആൻഡ് സ്നാക്സ് ഈറ്റൺ ഇൻ ബിറ്റ്വീൻ ഫോർ എവറി ഡേ ഓഫ് ദ വീക്ക്. On its surface, the survey seemed like a good representation of what you want to test, so you consider to have high face validity. So ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ സർവേ ചെക്ക് നടത്തുകയാണ്. ഇപ്പോൾ ആളുകളുടെയൊക്കെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ റെഗുലാരിറ്റി, അതിൻ്റെ ടൈമിങ്, നമ്മൾ ഫുഡ് ഹാബിറ്റ്സിൻ്റെ ടൈമിങ് റെഗുലാരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സർവേ നടത്തുകയാണ്. സോ യു റിവ്യൂ ദ സർവേ ഐറ്റം വിച്ച് ആസ്ക് ക്വസ്റ്റ്യൻ അബൌട്ട് എവറി മീൽ ഓഫ്. സോ നമ്മൾ അത് സർവേ നടത്തിയ ഐറ്റംസിൻ്റെ റിവ്യൂ നോക്കുകയാണ്. സോ ദ ക്വസ്റ്റ്യൻ ഫോർ എവറി മീൽ, രാവിലത്തെ ഭക്ഷണവും അതുപോലെ ലഘുഭക്ഷണം കഴിച്ചതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നടത്തിയതിൻ്റെ സർവേൻ്റെ റിവ്യൂ ചെക്ക് ചെയ്യുകയാണ്. സോ ഓൺ ഇറ്റ് സർവേ സീം ലൈക്ക് എ ഗുഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് വാട്ട് യു വാണ്ട് ടു ടെസ്റ്റ്. സോ ആ സർവേ ചെക്ക് ചെയ്തപ്പം ഒരു നല്ലൊരു എന്താ പറയുക ആൻസർ, ഒരു നല്ലൊരു റെപ്രസെൻറ്റേഷനാണ് നമുക്ക് ആ ടെസ്റ്റിലൂടെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹൈ ഫേസ് വാലിഡിറ്റി. നമ്മൾ ഇത്രയും വലിയൊരു സർവേ നടത്തിയിട്ട് അതിലൊരു ഗുഡ് റെപ്രസെൻറ്റേഷനാണ്, ആളുകളുടെ നല്ലൊരു റെപ്രസെൻറ്റേഷനാണ് നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സോ ഇറ്റ്സ് എ ഹൈ ഫേസ് വാലിഡിറ്റി ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സോ ആസ് ഫേസ് വാലിഡിറ്റി സബ്ജക്റ്റീവ് മെഷർ ഇസ് ഓഫൻ കൺസിഡേഴ്സ് എ വീക്കസ്റ്റ് ഫോം ഓഫ് വാലിഡിറ്റി. സോ നമ്മൾ പറഞ്ഞു ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫോർമലാണ്, സബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ സോ ഇറ്റ്സ് എ വീക്കസ്റ്റ് ഫോം ഓഫ് ദ വാലിഡിറ്റി. സോ ഇതാണ് എൻ്റെ ടോപ്പിക്ക് ഫേസ് വാലിഡിറ്റി, ലാസ്റ്റ് സബ് ടോപ്പിക് ഓഫ് വാലിഡിറ്റി.